ഇന്ന് ഡിന്നറിന് അസ്പരാഗസ് അല്ലെങ്കിൽ ജർമ്മനിൽ ഷ്പാർഗൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഈ സ്പ്രിംഗ് സീസൺ ത്രൂ ഔട്ട് നമുക്ക് ഷ്പാർഗൽ വാങ്ങാൻ കിട്ടും. ഇത് 2 ടൈപ്പ് ഉണ്ട്, വൈറ്റും ഉണ്ട് ഗ്രീനും ഉണ്ട്. വൈറ്റ് ആയിട്ടുള്ളത് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആൾക്കാർ എടുക്കുന്നതാണ്. ഗ്രീൻ നമ്മുടെ മണ്ണിൻ്റെ മുകളിലേക്ക് വളർന്നു വരുന്ന സാധനമാണ്. ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ വെജിറ്റബിൾസൊക്കെ ഞാൻ ബേക്കിംഗ് പൗഡറിലൊന്ന് ഒരു 5 മിനിറ്റ് വാഷ് ചെയ്തെടുക്കും. ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആവാനാണ്. ഈ ആസ്പരാഗസ് ഇട്ടപ്പോഴാണ് മനസ്സിലായി ഇത് ഭയങ്കര ലോങ് ആണ്, ക്ലീൻ ആവുന്നില്ല. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി ഈ കാണുന്ന പോലെ ഈ ഒരു ലെങ്ത്തിൽ എല്ലാവരും കട്ട് ചെയ്യും. ബട്ട് ഞാൻ വളരെ കുറച്ച് പൊതുവെ കട്ട് ചെയ്ത് കളയാറുള്ളൂ. ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് കിട്ടുന്ന ആസ്പരാഗസ്. ഇങ്ങനെ കൈയും കൊണ്ട് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലെവലിൽ എടുക്കണമെന്നാണ് യൂഷ്വലി പറയാറ്. അതാണ് കറക്റ്റായിട്ടുള്ളൊരിത്. അതിൻ്റെ താഴേക്കുള്ളത് ഭയങ്കര ഫൈബ്രസ് ആയിരിക്കും. കണ്ടോ, ഇതൊരെണ്ണം മുറിയാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെ അപ്പം ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്ന രീതി ഭയങ്കര സിമ്പിളാണ്. നമ്മൾക്ക് വേണ്ട പോലെ മേ ബി ഈ ലെങ്ത്തിൽ തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇതിൻ്റെ ലെങ്ത്തിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെയും നീളം കുറച്ചിട്ട് ഒരു 2 or 3 ഡിവിഷൻസ് ആക്കുന്നതാണ് കംഫർട്ടബിൾ. ഞാൻ ഇതെപ്പോഴും കുക്ക് ചെയ്യുന്നത് പാനിലാണ്. ബട്ട് ഓൾസോ ഓവനിലും എയർ ഫ്രയറിലും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. വെരി സിമ്പിൾ റെസിപ്പി. കുറച്ച് ബട്ടർ ഇടുക, അതിൻ്റെ അതേക്ക് ആസ്പരാഗസ് ഇടുക. പിന്നെ ഇതിൽ വേണ്ടത് ഉപ്പ്, ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത്, പെപ്പർ പൗഡർ. പിന്നെ കുറച്ച് ആൾക്കാർ ലൈം ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് ലൈം ജ്യൂസ് ഇതിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയാണ്. ഇതേ സിമിലർ രീതിയിൽ ഞാൻ ആക്ച്വലി ക്യാരറ്റും സുക്കിനിയും ഒക്കെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. പക്ഷേ ആസ്പരാഗസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. ഇതിന് ഒരു നട്ടി ഫ്ലേവറാണ്. എന്തോ ഒരു നട്ട്സിൻ്റെ പോലെ നമുക്ക് തോന്നും. അതുപോലെ കഴിക്കുമ്പോഴും ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മുടെ യൂറിന് ഒരു ഡിഫറെൻറ്റ് സ്മെല്ലുണ്ടായിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. എത്ര പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയില്ല. ബട്ട് അത് ആസ്പരാഗസിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പം ഞാൻ 2ാമത്തെ ബാച്ചും കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് ഗ്രിൽ ചിക്കൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അത്ര ടൈമൊന്നും എടുക്കില്ല. ഒരു 10-15 മിനിറ്റിൽ തന്നെ വേഗം കുക്കായി വന്നോളും. ഇപ്പോൾ എയർ ഫ്രയറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയായിരിക്കും. പിന്നെ ഇത് കരിഞ്ഞു പോയതല്ല. ചിലപ്പോൾ ആർക്കെങ്കിലും കാണുമ്പോൾ കരിഞ്ഞു പോയതായിട്ട് തോന്നും. അങ്ങനെയല്ല, ഇത് കാരമലൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാവുന്നത്. എനിക്കിങ്ങനെ കാരമലൈസ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പം ബ്രസൽസ് സ്പ്രൗട്ട്സും ഒക്കെ ഞാൻ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്, സോഫയിൽ നിന്ന് കഴിക്കുന്നത്. കുറച്ച് ഗാർലിക് പൗഡറും കൂടെ മുകളിലിട്ടു. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.